നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസിലെ ടേം കണക്ഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ടേംസ് തമ്മിലുള്ള കണക്ഷനാണ് പറയുന്നത്. ഒരു 3 നോട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് നോട്ട് 1, ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് ടു ടേംസിൻ്റെ സമ്മിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ് 2 ടേംസ്? അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് എഹെഡ് എ ടേം. ഒരു ടേമിൻ്റെ ബിഹൈൻഡും എഹെഡും സെയിം ഡിസ്റ്റൻസിലുള്ള 2 ടേംസിൻ്റെ സമ്മ് ഈസ് ട്വൈസ് ദിസ് ടേം. ഈ മിഡിലുള്ള ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേമിൻ്റെ സെയിം ഡിസ്റ്റൻസ് എഹെഡും ബിഹൈൻഡുമുള്ള 2 ടേംസിൻ്റെ സമ്മ് ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ഒന്നാമത്തെ സീക്വൻസ് നോക്കാം. അതിലേതെങ്കിലും ഒരു ടേം എടുക്കാം. ഇപ്പോൾ 13 എന്നുള്ള ടേം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേമിൽ നിന്നും സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡും എഹെഡും, മുന്നിലും ബാക്കിലും സെയിം ഡിസ്റ്റൻസിലുള്ള ടേംസിൻ്റെ സമ്മിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ 2 ഡിസ്റ്റൻസ് ബാക്കിൽ, ബിഹൈൻഡ് ആണ് 1, 2 ഡിസ്റ്റൻസ് എഹെഡ്, മുന്നിലുള്ള ടേമാണ് 25. അപ്പോൾ അതിൻ്റെ സമ്മ് എത്രയാണ്? 26 ആണ്. അത് ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസ് അല്ലേ, 13ൻ്റെ ട്വൈസ് അല്ലേ. സമ്മ് എന്ന് പറഞ്ഞാൽ 1 + 25, അത് 26 ആണ്. 13ൻ്റെ ട്വൈസ് ആണല്ലോ. അതേപോലെ 2 ഡിസ്റ്റൻസ് ബിഹൈൻഡും ഹെഡുള്ള 2 നമ്പേഴ്സാണ്. ഇപ്പോൾ 2 ഡിസ്റ്റൻസ് ബാക്കിലാണ് 5 വരുന്നത്, 2 ഡിസ്റ്റൻസ് മുമ്പിലാണ് 21 വരുന്നത് 13ൻ്റെ. അപ്പോൾ അതിൻ്റെ സമ്മ് എത്രയാണ്? 5 + 21 26 തന്നെയാണ്. 5 + 21 13ൻ്റെ ഡബിളാണ്. അടുത്ത സീക്വൻസ് നോക്കാം. അടുത്ത സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേം എടുക്കുക. അപ്പോൾ 22 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്റ്റൻസ് എഹെഡ് 30 ഉണ്ട്. അതേപോലെ സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡും, സെയിം ഡിസ്റ്റൻസ് എഹെഡ് ആൻഡ് ബിഹൈൻഡ് എന്നാണ് പറഞ്ഞത്. സെയിം ഡിസ്റ്റൻസ് മുന്നിലും സെയിം ഡിസ്റ്റൻസ് ബാക്കിലുമുള്ള ടേംസ് ആയിരിക്കണം. അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 14 + 30 44 ആണല്ലോ. അത് ഈ മിഡിൽ ടേം 22 അല്ലേ, അതിൻ്റെ ട്വൈസ് അല്ലേ, ഡബിൾ അല്ലേ, 44 തന്നെയല്ലേ. ഇതാണ് നോട്ട് 1 പറയുന്നത്. അടുത്തത് നോട്ട് 2 പറയുന്നത് ദ സം ഓഫ് ആൻ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ടുള്ള ടേംസ്, അത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആയിരിക്കണം. ഒരു 3 ടേം അല്ലെങ്കിൽ 5 ടേം അല്ലെങ്കിൽ 7 ടേം, അങ്ങനെ ഓഡ് നമ്പറായിട്ട് വരുന്ന കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ, തുടർച്ചയായിട്ടുള്ള ടേംസിൻ്റെ സമ്മ്, തുടർച്ചയായിട്ടുള്ള 3 ടേംസ് അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള 5 ടേംസ്, തുടർച്ചയായിട്ടുള്ള 7 ടേംസ്, അതാണ് കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ സമ്മ്, അതിൻ്റെ ഓൾ സമ്മാണ് കേട്ടോ. അത്രയും ടേംസിൻ്റെ സമ്മ്, ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് മിഡിൽ ടേം ആൻഡ് ദി നമ്പർ ഓഫ് ടേംസ്. ഓഡ് നമ്പർ ആകുമ്പോൾ അറിയാമല്ലോ, സെൻറ്ററിൽ മിഡിലൊരു നമ്പർ ഉണ്ടാവുമല്ലോ. ഓഡ് നമ്പർ ആകുമ്പോൾ മിഡിലൊരു നമ്പർ ഉണ്ടാവും. ഇപ്പോൾ 3 ആണെങ്കിലും 5 ആണെങ്കിലും ഒക്കെ മിഡിലൊരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വലാണ്. അതാണ് പറഞ്ഞത് സം ഈസ് ഈക്വൽ ടു ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് എസ് ഈക്വൽ ടു മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ m × n. m സ്റ്റാൻഡ്സ് ഫോർ മിഡിൽ ടേം, n സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ടേംസ്. m × n ചെയ്താൽ നമുക്ക് സമ്മ് കിട്ടും. ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മാണ് 3 ടേമിൻ്റെ സമ്മ്, 5 ടേമിൻ്റെ സമ്മ്, 9 ടേംസിൻ്റെ സമ്മ്. അങ്ങനെ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അതാണ് നോട്ട് 2 പറയുന്നത്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ 2 നോട്ട് പറഞ്ഞു. ഒന്നാമത്തെ നോട്ട് പറഞ്ഞത് ഏതെങ്കിലും ഒരു ടേം എടുക്കുക. അപ്പോൾ ഇവിടെ 10 എന്നുള്ള ടേം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം ഡിസ്റ്റൻസ് എഹെഡും സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡും ഉള്ള ടേംസിൻ്റെ സമ്മ് ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. ഇപ്പോൾ 2 ഡിസ്റ്റൻസ് മുന്നിലും 2 ഡിസ്റ്റൻസ് ബാക്കിലുള്ള ടേംസ് എന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് ടേമും ഇത് 5th ടേമും, ഫസ്റ്റ് ടേമിൻ്റെയും 5th ടേമിൻ്റെയും സമ്മ് എന്തായിരിക്കും? ഇതിൻ്റെ ട്വൈസ് ആയിരിക്കും, ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. അതാണ് നോട്ട് 1 പറഞ്ഞത്. നോട്ട്
ടു പറയുന്നത് ഈ ഓൾ സീക്വൻസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ. ഓഡ് നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് സീക്വൻസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് പൊസിഷൻ മുതൽ ഫിഫ്ത്ത് പൊസിഷൻ വരെയുള്ള ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓഡ് നമ്പർ അല്ലേ, 5 ടേംസ് അല്ലേ. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ S=m×n എന്നുള്ള ഇക്വേഷൻ ചെയ്താൽ മതി. മിഡിൽ ടേമിൻ്റെയും നമ്പർ ഓഫ് ടേംസിൻ്റെയും പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. മിഡിൽ ടേം ഇവിടെ എത്രയാണ്? 10 തന്നിട്ടുണ്ട്. ബാക്കി ടേംസ് ഒന്നും എത്രയാണെന്ന് നമുക്കറിയില്ല. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ടേംസിൻ്റെ സമ്മ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 5 ടേംസിൻ്റെയും സമ്മ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മിഡിൽ ടേം ഇൻറ്റു n, നമ്പർ ഓഫ് ടേംസ് ഇവിടെ 5 ടേംസ് അല്ലേ. അപ്പോൾ 5 × 10 50 ആയിരിക്കും മിഡിൽ ടേം 10 വരുന്ന ഈ 5 ടേംസിൻ്റെ സമ്മ വരാം. 5 ടേംസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക. അതാണ് 2 നോട്ട്. ഇതിലെങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. ഒരു സീക്വൻസിലെ ഫോർത്ത് ടേം 8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോർത്ത് ടേം 1 2 3 4 ഫോർത്ത് ടേമാണ് 8 എന്ന് തന്നിട്ടുള്ളത്. ഫൈൻഡ് ദി സം ഓഫ് ദി പെയേഴ്സ് ഓഫ് ടേംസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള പെയേഴ്സിൻ്റെ സമ്മ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ തേർഡിൻ്റെയും ഫിഫ്ത്തിൻ്റെയും സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡും ഫിഫ്ത്തും എന്ന് പറയുമ്പം ഈ 8ൻ്റെ സെയിം ഡിസ്റ്റൻസ് മുന്നിലും പിറകിലുള്ള ടേംസ് ആണ്. തേർഡ് ടേമും ഫിഫ്ത്ത് ടേം അതേതാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ സമ്മേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് നോട്ട് 1 വെച്ചിട്ട് എന്ത് പറയാം? അത് സെയിം ഡിസ്റ്റൻസിലാണെങ്കിൽ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആയിരിക്കും. അപ്പം 8ൻ്റെ ട്വൈസ് 16. അടുത്തത് സെക്കൻഡ് പൊസിഷനിലും സിക്സ്ത് പൊസിഷനിലുള്ള ടേംസിൻ്റെ സമ്മാണ്. സെക്കൻഡും സിക്സ്ത്തും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ ആകെ ഫോർത്ത് ടേമേ തന്നിട്ടുള്ളൂ. ഫോർത്ത് ടേമിൻ്റെ സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 2 ഡിസ്റ്റൻസ് ബാക്കിലാണ്. സിക്സ്ത് പൊസിഷൻ എന്ന് പറയുമ്പോൾ 2 ഡിസ്റ്റൻസ് മുന്നിലാണ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് ബാക്കിലും സെയിം ഡിസ്റ്റൻസ് മുന്നിലുള്ള ടേംസ് ആണല്ലോ സെക്കൻഡ് ടേംസും സിക്സ്ത് ടേംസും. സെക്കൻഡ് ടേമും സിക്സ്ത് ടേമും. അപ്പോൾ എന്തായിരിക്കും? മിഡിൽ ടേം ഈ 8 അല്ലേ വരിക, അതിൻ്റെ ട്വൈസ് തന്നെ ആയിരിക്കില്ലേ, 16 തന്നെ ആയിരിക്കും. അതുപോലെ ഫസ്റ്റും സെവൻത്തും അതേപോലെ തന്നെ ഫോർത്ത് ടേമാണ് മിഡിലിൽ വരിക. അപ്പോൾ ഈ 2 ടേമും സെയിം ഡിസ്റ്റൻസിലാണ്. ഫോർത്ത് ടേമിൻ്റെ ബിഹൈൻഡും എഹെഡും, മുന്നിലും ബാക്കിലും സെയിം ഡിസ്റ്റൻസിലാണ് ഈ ഫസ്റ്റ് ടേമും സെവൻത്തും ടേമും കിടക്കുന്നത്. അതിൻ്റെ മിഡിൽ ടേമാണ് ഈ ഫോർത്ത് ടേം 8. അപ്പോൾ അതിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ, 8ൻ്റെ ഡബിൾ 16. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോട്ട് 2 വെച്ചിട്ടാണ്. വാട്ട് ഈസ് ദി സം ഓഫ് ദി തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ടേം. തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും ഫിഫ്ത്തിൻ്റെയും സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ 3 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 3 ടേംസിൻ്റെ സം എന്ന് പറയുമ്പം തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 5 ടേംസിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലേ. 5 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിൻ്റെ സമ്മ കണ്ടുപിടിക്കാൻ. പിന്നെ കോൺസിക്യൂട്ടീവ് ആണ്, സെക്കൻഡ് ടു സിക്സ്ത് ആണ്, കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. സമ്മ കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ S=m × n. മിഡിൽ ടേം ഇവിടെ വരുന്നത് ഫോർത്ത് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അതിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം അല്ലേ. ഫോർത്ത് ടേം 8 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം 8, മിഡിൽ ടേം 8 വന്നു ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 5 ടേംസ് അല്ലേ. അപ്പോൾ 8×5 40 സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. അതേപോലെ 7 ടേംസിൻ്റെ സമ്മ കാണാൻ പറഞ്ഞിട്ടുണ്ട്. n7 എടുത്തിട്ട് ചെയ്താൽ മതി. അവിടെയും 7 ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടു സെവൻത്താണ് അവിടെ വരുന്നത്. മിഡിൽ ടേം എന്ന് പറയുന്നത് ഫോർത്ത് ടേം തന്നെയാണ്, 8 തന്നെയാണ് മിഡിൽ ടേം വരുന്നത്. അതേപോലെ ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റും നോട്ട് 2 വെച്ചിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇതേപോലെ തന്നെ കോമൺ ഡിഫറൻസ് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. ദ കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2. കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ദി സം ഓഫ് 9th, 10th ആൻഡ് 11th ടേം ഈസ് 90. 3 ടേംസിൻ്റെ സമ്മാണ് 90 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്, കോൺസിക്യൂട്ടീവ് ടേംസ് ആണ് 9th, 10th, 11th. അപ്പോൾ നമ്മുടെ സം കാണാനുള്ള ഇക്വേഷൻ S=m × n ആണ്. പക്ഷെ നമുക്ക് സമ്മ് ഇവിടെ തന്നിട്ടുണ്ട്. സമ്മ് 90 ആണെന്ന് തന്നിട്ടുണ്ട്. മിഡിൽ ടേം നമുക്കറിയില്ല. നമ്പർ ഓഫ് ടേംസ് n, 3 ടേംസ് ആണല്ലോ 9th, 10th, 11th എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കിതിൽ നിന്നും മിഡിൽ ടേം കണ്ടുപിടിച്ചൂടെ.
എസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ആണല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതിൽ ഇക്വേഷൻ ഉണ്ടാക്കാം. എസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ എം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കൂടെയുള്ള ഇൻറ്റു എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് ബൈ എൻ ആവും. എസിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഈക്വൽ സൈനിൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ഇൻറ്റു എൻ ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എൻ ആവും. അപ്പോൾ എസ് ബൈ എൻ, മിഡിൽ ടേം ഈക്വൽ ടു എസ് ബൈ എൻ. അപ്പോൾ മിഡിൽ ടേം ഈക്വൽ ടു എസ് 90 ആണല്ലോ, ബൈ എൻ 3 ടേംസ് അല്ലേ. അപ്പോൾ 30 ആണ് മിഡിൽ ടേം. 30 മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ ഏത് ടേമാണ്? 9th 10th 11th 10th ടേം അല്ലേ. അപ്പോൾ 10th ടേം 30 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യന് ഫസ്റ്റത്തെ 3 ടേംസ് കാണാനാണ്. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? x1. നമുക്കൊരു ടേം കൂടെ തന്നിട്ടുണ്ട്, എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് x10. അപ്പോൾ x10 നിന്ന് ഫസ്റ്റ് പൊസിഷനിൽ എത്തണമെങ്കിൽ കോമൺ ഡിഫറൻസ് കുറച്ച് പോവണ്ടേ. അപ്പോൾ എത്ര കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും? 10ന്ന് 1 10 - 1 9D കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. x10 എത്രയാണ്? 10th ടേം 30യിൽ നിന്നും 9D, D എത്രയായിരുന്നു? 2, 9 × D. അത് ബ്രാക്കറ്റിൽ ഇടാതെ ആദ്യം ചെയ്യണം. അപ്പോൾ 30 - 9D എത്രയാണ്? 9 × D, 9 × 2 18. അപ്പോൾ 30 - 18 12 ആണ് ഫസ്റ്റ് ടേം. x1 12 ആണ് കിട്ടിയത്. അപ്പോൾ x2 എത്രയായിരിക്കും? x1 12 ആണെങ്കിൽ x2 2 അല്ലേ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എന്ന് പറയുമ്പോൾ 2 ആഡ് ചെയ്ത് നമുക്ക് 3 ടേംസ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നോട്ട് 2 വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യന്, റൈറ്റ് 3 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ് 70. 7 ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എസ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ആണ്. മിഡിൽ ടേം സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്, 70 എന്ന് തന്നിട്ടുണ്ട്. മിഡിൽ ടേം നമുക്കറിയില്ല. എം ഇൻറ്റു എൻ 7 ടേംസ് അല്ലേ. അപ്പോൾ മിഡിൽ ടേം എത്രയാണ് വരിക? ഇൻറ്റു 7 70 അടുത്തോട്ട് കൊണ്ടുവന്നാൽ ഇൻറ്റു 7 ഇങ്ങോട്ട് വരുമ്പോൾ എം ഒറ്റക്കാവും. എം കണ്ടുപിടിക്കണമെങ്കിൽ എമ്മിന് ഒറ്റക്കാക്കാം. അപ്പോൾ ഇൻറ്റു 7 ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ബൈ 7 എന്നാവും. 70 അടുത്തോട്ട് വരുമ്പോൾ 70 ബൈ 7 ഈക്വൽ ടു 10. അപ്പോൾ മിഡിൽ ടേം 10 കിട്ടി. 7 ടേംസ് ആണ് വേണ്ടത്. അപ്പോൾ 1 2 3 മുന്നോട്ടും 1 2 3 ബാക്കോട്ടുണ്ടെങ്കിൽ 7 ടേംസായി. അപ്പോൾ മിഡിൽ ടേം 10 ആണെങ്കിൽ 7 ടേംസിൻ്റെ സമ്മ് 70 വരുമല്ലോ. 70 സമ്മ് വരുന്ന ഏതെങ്കിലും 3 അരിത്മെറ്റിക് സീക്വൻസ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഇഷ്ടമുള്ള എടുത്തിട്ട് 3 സീക്വൻസ് എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ 5 കോമൺ ഡിഫറൻസ് എടുത്തിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ 15 വരും, 20 വരും, 25 വരും. ഇവിടെ 5 വരും, 0 വരും, -5 വരും. 5 കുറച്ച് പോകണമല്ലോ ബാക്കോട്ട് പോകുമ്പോൾ. അപ്പോൾ ഇവിടെ 5 കോമൺ ഡിഫറൻസ് എടുത്തിട്ടാണ് ചെയ്തത്. ഒരു സീക്വൻസായി നമുക്ക് 3 അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ വേറൊരു കോമൺ ഡിഫറൻസ് എടുത്തിട്ട് ചെയ്താൽ മതി. 2 എടുക്കാം. അപ്പോൾ 12 14 16 3 ടേംസ് മുന്നോട്ടും 3 ടേംസ് ബാക്കോട്ടും. 10ന്ന് 2 അല്ലേ കോമൺ ഡിഫറൻസ് എടുത്ത്. അപ്പോൾ 2 കുറച്ചാൽ 8 6 4 2 സീക്വൻസായി. ഇതേപോലെ വേറൊരു കോമൺ ഡിഫറൻസ് എടുത്തിട്ട് മൂന്നാമത്തെ ഒരു സീക്വൻസും കൂടെ എഴുതാം. മിഡിൽ ടേം 10 ആവണം, എന്നാലേ ഉള്ളൂ 7 ടേംസിൻ്റെ സമ്മ് 70 വരുള്ളൂ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യന്, ദി സം ഓഫ് ദി ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 30. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റത്തെ 3 ടേംസിൻ്റെ സമ്മ് 30 ആണ്. പിന്നെന്താ തന്നത്? സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്. ഫസ്റ്റത്തെ 7 ടേംസിൻ്റെ സമ്മും തന്നിട്ടുണ്ട് 140 ആണെന്ന്. അപ്പോൾ റൈറ്റ് സെക്കൻഡ് ടേം ഓഫ് ദി സീക്വൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യന് സെക്കൻഡ് ടേം എഴുതാനാണ്. അപ്പോൾ ഫസ്റ്റ് 3 ടേംസിന് സമ്മ് തന്നതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാമല്ലോ. 3 ടേംസിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്, അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കുമല്ലോ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സമ്മ് ഈക്വൽ ടു എം ഇൻറ്റു എൻ ആണല്ലോ. 3 ടേംസിൻ്റെ സമ്മല്ലേ. അത് 30 ആണ് തന്നതുകൊണ്ട് 30 ഈക്വൽ ടു എം ഇൻറ്റു 3 ടേംസ് അല്ലേ. ഫസ്റ്റത്തെ 3 ടേംസാണ്.
അപ്പോൾ എം ഈക്വൽ ടു എമ്മിനോട് ഒറ്റക്കാക്കിയാൽ ഇൻറ്റു 3 13ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരണം. എമ്മിനോട് ഒറ്റക്കാക്കുക, എം ഈക്വൽ ടു ഇൻറ്റു 3 അങ്ങോട്ട് കൊണ്ടുവന്നാൽ ബൈ 3. അപ്പോൾ എം ഈക്വൽ ടു 30/3 എന്ന് വരും. അപ്പോൾ 10 വന്നു. മിഡിൽ ടേം നമുക്ക് 10 കിട്ടി. മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ 3 ടേംസിൻ്റെ മിഡിൽ ടേമാണ്. അപ്പോൾ സെക്കൻഡ് ടേം നമുക്ക് 10 എന്ന് കിട്ടി. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസറായി. x1ഉം x2ഉം x3യും കൂട്ടിയാലാണ് 30. അതിൽ നിന്ന് നമ്മൾ x2 കണ്ടുപിടിച്ചു, മിഡിൽ ടേം. ഇനി ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ്, ഫോർത്ത് ടേം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അറിയണ്ടേ, എന്നാലല്ലേ ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ സം ഓഫ് 7 ടേംസ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 7 ടേംസ് എടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ ടേം അല്ലേ 3 അല്ലേ. 7 ടേംസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡിൽ ടേമാണ് ഈ ഫോർത്ത് ടേം വരുന്നത്. അപ്പോൾ അതിൻ്റെ സമ്മ് 140 ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു എം ഇൻറ്റു എൻ. എസ് 7 ടേംസിൻ്റെ സമ്മ് 140 ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു എൻ. 7 ടേംസ് അല്ല, അപ്പോൾ എൻ 7. എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർത്ത് ടേമാണ്, x4 ആണ്. 7 ടേംസ് ആയതുകൊണ്ട് അതിന് മിഡിൽ ടേം എന്ന് പറയുന്നത് x4 ആയിരിക്കും, ഫോർത്ത് ടേം ആയിരിക്കും. അപ്പോൾ x4 നേടിയിട്ടുണ്ട് മിഡിൽ ടേമിന് പകരം. ഇൻറ്റു 7 നമ്മൾ 140ൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാണ്, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണ്. അപ്പോൾ ബൈ 7 ആവുമല്ലോ. അപ്പോൾ x4 ഈക്വൽ ടു 140/7 എത്ര വരും? 140/7. x4 ഈക്വൽ ടു ലെഫ്റ്റിലോട്ട് എഴുതുന്നുണ്ട്. x4നെ 140/7 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ x4 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഫോർത്ത് ടേമും കിട്ടി, സെക്കൻഡ് ടേമും കിട്ടി. വാട്ട് ആർ ദി ഫസ്റ്റ് 3 ടേംസ്? 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ഫസ്റ്റത്തെ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് അറിഞ്ഞാലുള്ളൂ 3 ടേംസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും ഈ ഫോർത്ത് ടേം. അത് അതിൻ്റെ മിഡിൽ ടേം ആയിരിക്കും ഈ തേർഡ് ടേം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കൂടെ കൂട്ടിയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്താലും തേർഡ് ടേം കിട്ടും. അല്ലെങ്കിൽ 2 ടേം വന്നാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാലോ. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ടേമും സെക്കൻഡ് ടേം അല്ലേ കിട്ടിയത്. ഫോർത്ത് ടേം 20, സെക്കൻഡ് ടേം 10 ബൈ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഫോർത്തും സെക്കൻഡും. പൊസിഷൻ ഡിഫറൻസ് 4 - 2. അപ്പോൾ 10/2 എന്ന് വരും. 5. കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേമും അറിയാം, ഫോർത്ത് ടേമും അറിയാം. ഫസ്റ്റത്തെ 3 ടേംസ് ചെയ്താൽ ബുദ്ധിമുട്ടില്ലല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞത്. സെക്കൻഡ് ടേം 10 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോമൺ ഡിഫറൻസ് 5 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ കോമൺ ഡിഫറൻസ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 5, 10, 15. ഇനി ദി സം ഓഫ് ദി 11th and 20th term of an arithmetic sequence is 80. What is the 16th term? 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 80 ആണെന്ന് തന്നിട്ടുണ്ട്. 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 80 ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി 16th ടേം? 16th ടേം എന്ന് പറയുമ്പോൾ ഈ 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും മിഡിൽ ടേം അല്ലേ. മിഡിൽ ടേം ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊസിഷൻ തമ്മിൽ കൂട്ടിയിട്ട് രണ്ടും ഡിവൈഡ് ചെയ്ത് നോക്കുക. 11ഉം 21ഉം 32, 32ൻ്റെ പകുതി 16. അപ്പോൾ 16th ടേം എന്ന് പറയുന്നത് 11th ടേമിൻ്റെയും 21st ടേമിൻ്റെയും മിഡിൽ ടേമാണ്. അപ്പോൾ മിഡിൽ ടേം, അപ്പോൾ ഈ രണ്ടിൻ്റെയും സമ്മ്, 2 ടേംസിൻ്റെ സമ്മാണ് നമുക്ക് തന്നത്. അപ്പോൾ 2 ടേംസിൻ്റെ സമ്മ് ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസ് ആണല്ലോ. അപ്പോൾ സമ്മ് 80 ആണ് തന്നിട്ടുണ്ട്. അത് ഈ മിഡിൽ ടേമിൻ്റെ ട്വൈസാണ്. അപ്പോൾ 16th ടേം എന്തായിരിക്കും? ആ സമ്മിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. x16 എന്ന് പറയുന്നത് മിഡിൽ ടേമിൻ്റെ ട്വൈസാണ് 80 എന്ന് വെച്ചാൽ മിഡിൽ ടേം x16 അതിൻ്റെ ട്വൈസാണ് 80 എങ്കിൽ x16 എത്രയായിരിക്കും? ഇൻറ്റു 2നെ 18ൻ്റെ അടുത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്താവും? ഈ ഇൻറ്റു 2നെ 18ൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ /2 എന്നാവും. 80/2 40. അപ്പോൾ x16 40. ഓക്കെ.
ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നോട്ട് 3 കൂടെ ഉണ്ട്. നോട്ട് 3 പറയുന്നത് ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് വൺ പൊസിഷൻ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് അനദർ പൊസിഷൻ ഈസ് ഡിക്രീസ്ഡ് ബൈ ദി സെയിം എമൗണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു പൊസിഷൻ മുന്നോട്ടും ഒരു പൊസിഷൻ ബാക്കോട്ടും പോയി കഴിഞ്ഞാൽ ഡിക്രീസ് ചെയ്യാന്നുള്ള ഒരു പൊസിഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ the same amount, the sum of the term at this position do not change. സെയിം പൊസിഷൻ മുന്നോട്ടും സെയിം പൊസിഷൻ ബാക്കോട്ടും പോവാം. ഒരു പൊസിഷൻ മുന്നോട്ട് കൂടുക. അപ്പോൾ ഇത് എക്സ് 5 ആണല്ലോ, 16th പൊസിഷൻ ആണല്ലോ. ആ പൊസിഷൻ മാറി എന്തായി, മുന്നോട്ട് പോയി. എക്സ് 6, 7, 8 എക്സ് 16 ആയി. 3 പൊസിഷൻ മുന്നോട്ട് പോയി, കൂടി. ഇനി 3 പൊസിഷൻ കുറയാണെന്ന് കരുതാം. അപ്പം എക്സ് 4, 5, എക്സ് 4, എക്സ് 3, എക്സ് 2. അതിൻ്റെ സമ്മിൽ ചേഞ്ച് വരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഇഫ് ദി സം ഓഫ് 2 പൊസിഷൻ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് അതർ 2 പൊസിഷൻ ദെൻ ദി സം ഓഫ് ദി ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് ദി സെയിം. ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ 2 പൊസിഷൻ്റെ സമ്മ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പൊസിഷൻ ഇതാണെങ്കിൽ 1, 2, 3, 4, 5, 6. അപ്പോൾ ഇവിടെ ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോട്ട് 3 പറയുന്നത് ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ്. നോട്ട് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മാണ്. അപ്പോൾ ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ ഇവിടെ സെൻറ്ററിൽ നോക്കുമ്പോൾ 2 ടേംസ് ഉണ്ടാവും, 3rd ടേമും 4th ടേമും. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, പൊസിഷൻ്റെ സമ്മ് എന്ന് പറയുന്നത് 3ഉം 4ഉം 7 ആണല്ലോ. അപ്പോൾ ഒരു പൊസിഷൻ മുന്നോട്ട് പോവാണ്, കൂടാണ്, 5th പൊസിഷനായി. അതേപോലെ ഇവിടെ 3rd പൊസിഷനിൽ ഒരു പൊസിഷൻ കുറയാണ്, 2 ആയി. ഇപ്പോൾ 2ഉം 5ഉം 7 തന്നെയാണല്ലോ വരുന്നത്. അതാണ് പറഞ്ഞത് പൊസിഷൻ്റെ സമ്മ് വേറെ 2 ടേംസിൻ്റെ പൊസിഷൻ്റെ സമ്മിന് ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ടേംസിൻ്റെ സമ്മും സെയിം ആയിരിക്കും. ദെൻ ദി സം ഓഫ് ദി ടേംസ് അറ്റ് ഈച്ച് പെയർ ഈസ് സെയിം. നമുക്ക് നോക്കാം സെയിം ആണോ എന്നുള്ളത് എഴുതി നോക്കാം. ഇപ്പോൾ ഇവിടെ 3rd-ഉം 4th-ഉം 13ഉം 17 ആണല്ലോ വരുന്നത്. അപ്പോൾ സമ്മ് എത്രയാണ് വരുന്നത്, ആ പെയറിൻ്റെ സമ്മ് വരുന്നത് 30 ആണല്ലോ. ഒരു പൊസിഷൻ ഡിക്രീസ് ചെയ്തു, ഒരു പൊസിഷൻ ഇൻക്രീസ് ചെയ്തു. 2nd പൊസിഷനായി, 5th പൊസിഷനായി. അപ്പോൾ അത് രണ്ടും കൂടെ പൊസിഷൻ്റെ സമ്മ് വരുന്നത് 7 ആണ്. ഈ ടേംസിൻ്റെ സമ്മ് എത്ര തന്നെയാണ് വരുന്നത്, 21ഉം 9ഉം 30 തന്നെയാണ് വരുന്നത്. ഇനി ഒരു പൊസിഷനും കൂടെ ഡിക്രീസായി, ഒരു പൊസിഷനൂടെ ഇൻക്രീസായി. അപ്പോൾ 1st പൊസിഷനും 6th പൊസിഷനും 7 തന്നെയാണല്ലോ പൊസിഷൻ്റെ സമ്മ് വരുന്നത്. അപ്പോൾ ടേംസിൻ്റെ സമ്മ് വരുന്നത് എത്ര തന്നെയാണ്, 5ഉം 25ഉം ടേംസ് വരുന്നത് 30 അല്ലേ. അപ്പോൾ പൊസിഷൻ്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ അവിടുത്തെ ടേംസിൻ്റെ സമ്മും ഈക്വൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, സം ഓഫ് 1 പെയർ, സമ്മൊക്കെ ഈക്വൽ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു പെയറിൻ്റെ സമ്മിനെ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ എത്ര പെയറായി, 6 ടേംസ് ഉള്ളത് കൊണ്ട് 1, 2, 3 പെയർ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, സം ഓഫ് 1 പെയറിനെ നമ്പർ ഓഫ് പെയേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കിട്ടും. ഇതാണ് നോട്ട് 3 പറയുന്നത്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് റൈറ്റ് 4 അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദി ഫസ്റ്റ് 4 ടേംസ് 100. അപ്പോൾ 4 ടേംസ് ആണ്, ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ അവിടുത്തെ സമ്മ് തന്നിട്ടുണ്ട്, 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഇക്വേഷൻ എന്താ വരിക, ഈവൺ നമ്പർ ആണെങ്കിൽ സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ആണ് അവിടെ ഈവൺ നമ്പർ ഓഫ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ സമ്മ് 100 ആണ് തന്നതുകൊണ്ട് 100 ഈക്വൽ ടു സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ നമുക്കറിയില്ല,
സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. എത്ര പെയേഴ്സ് ഉണ്ടാവും? 4 ടേംസ് ആണുള്ളത്. 4 ടേംസ് ആണെങ്കിൽ അവിടെ എത്ര പെയർ ഉണ്ടാവും? 1ഉം 2ഉം 3ഉം പെയറായിരിക്കും. 1ഉം 4ഉം പെയറായിരിക്കും. 2 പെയർ അല്ലേ ഉണ്ടാവുക 4 ടേംസ് ആകുമ്പോൾ. നമ്പർ ഓഫ് പെയേഴ്സ് 2 കൊടുക്കാം. 2. അപ്പോൾ സം ഓഫ് വൺ പെയർ കണ്ടുപിടിക്കാൻ ഇൻറ്റു 2നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പോൾ സം ഓഫ് വൺ പെയർ ഇൻറ്റു 2നെ 100 എടുത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 100/2. അപ്പോൾ സം ഓഫ് വൺ പെയർ എന്ത് കിട്ടി നമുക്ക്? 50 കിട്ടി. 1 പെയർ 50 ആണെന്ന് കിട്ടി. നമുക്ക് സീക്വൻസ് ഉണ്ടാക്കിക്കൂടെ? 1 പെയർ 50 വരണമെങ്കിൽ 1 പെയറിൻ്റെ സം ഇപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. 20യും 30യും എടുക്കാം. പെയറിൻ്റെ സം 50 വരുമല്ലോ 20യും 30 ആകുമ്പോൾ. അപ്പം ഇവിടെ 10 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഫോർത്ത് ടേമും എഴുതാം. ഒരു ഡി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം 20 10 നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ടേമും കിട്ടി. ഇതിൻ്റെ സമ്മ് 100 വരും. അപ്പോൾ ഒരു സീക്വൻസായി. റൈറ്റ് 4 സീക്വൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സമ്മ് 100 വരുന്ന 4 ടേംസ് വരുന്ന വേറെ സീക്വൻസ് എഴുതണം. അപ്പം 100 സമ്മ് വരണമെങ്കിൽ മിഡിൽ ടേംസ് 2 ടേംസിൻ്റെ സമ്മ് 50 വരണമല്ലോ. 4 ടേംസ് ആകുമ്പോൾ 2 പെയറാണ്. അപ്പോൾ 50 വരണം. 20യും 30 അല്ലാതെ വേറെ 2 പെയർ എടുക്കാം. 22 എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 കുറയ്ക്കേണ്ടി വരുമല്ലേ. 28ഉം സമ്മ് 50 വരുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത പെയറിൻ്റെ സമ്മ് എന്ത് തന്നെയായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ 6 ആണ്. 22 26 ആയി. അപ്പോൾ 28നോട് 6 ആഡ് ചെയ്താൽ 34. 22ന്ന് 6 കുറയ്ക്കണം അല്ലേ. ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ 6 കുറച്ചാൽ 16. 16 22 28 34. ഇതാണ് അടുത്ത സീക്വൻസ്. ഇതേപോലെ സമ്മ് 50 വരുന്ന വേറെ 2 ടേംസ് എടുക്കുക. എന്നിട്ട് കോമൺ ഡിഫറൻസ് വെച്ചിട്ട് ഫസ്റ്റ് നമ്പറും ഫോർത്ത് നമ്പറും എഴുതിയിട്ട് മൂന്നാമത്തെ സീക്വൻസ് 4 സീക്വൻസ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. വേറെ 2 സീക്വൻസും കൂടെ ഇതേപോലെ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The first term of an arithmetic sequence is 5 and the sum of first 6 terms. ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ x1 5 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ 6 ടേംസിൻ്റെ സമ്മ് 105 ആണെന്ന് തന്നിട്ടുണ്ട്. സമ്മ് 105 ആണ് തന്നിട്ടുണ്ട്. 6 ടേംസ് ആണ്. അപ്പോൾ ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമ്മുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ വരുന്നത് എന്താണ്? സമ്മ് 105 ആണല്ലോ. ഇക്വേഷൻ വരുന്നത് സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. സിക്സ് ടേംസ് ആണ്. അപ്പോൾ 6 അല്ലേ നമ്പർ ഓഫ് ടേംസ് വരുന്നത്. അപ്പോൾ സം ഓഫ് വൺ പെയർ 105 ആണ് സമ്മ് വരുന്നത്. ഈക്വൽ ടു സം ഓഫ് വൺ പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് വരുന്നത്. എത്ര പെയേഴ്സ് ഉണ്ടാവും? 6 ടേംസ് ആകുമ്പോൾ 3 പെയർ അല്ലേ. 6 ടേംസ് ഉണ്ടാകുമ്പോൾ 3 പെയറാണ് ഉണ്ടാവുക. അപ്പോൾ പെയർ കൊണ്ടല്ലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു 3 എന്ന് വരും. 6 ടേംസ് ആകുമ്പോൾ നമ്പർ ഓഫ് പെയേഴ്സ് 3. അപ്പോൾ ഇൻറ്റു 3നെ 105 എടുത്തോട്ട് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സം ഓഫ് പെയർ കിട്ടും. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 15 ആവും. 15 എത്ര 3 5 35 ഒരു പെയറിൻ്റെ സമ്മ് വരുന്നത്. എന്ന് വെച്ചാൽ 6 ടേംസ് ആകുമ്പോൾ സെൻറ്ററിൽ വരുന്ന 2 ടേംസ് ഏതൊക്കെയായിരിക്കും? തേർഡ് ടേമും ഫോർത്ത് ടേമും. അപ്പോൾ തേർഡ് ടേം x3യും x4ൻ്റെയും സമ്മാണ്. x3യും x4ഉം കൂടെ കൂട്ടിയാലാണ് 35. x1 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 5 ആണെന്ന് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ. പിന്നെ തേർഡിൻ്റെയും ഫോർത്തിൻ്റെയും സമ്മ് നമുക്ക് 35 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റത്തെ 6 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടിൻ്റെയും സമ്മ് 35 ആണെങ്കിൽ ഫസ്റ്റ് ടേം 5 ആണ് നമുക്കറിയാലോ. ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് 6th ടേമിൻ്റെയും സമ്മും ഇതന്നെയല്ലേ വരിക. അടുത്ത പെയറല്ലേ.
തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ്, തേർഡും ഫോർത്തും പൊസിഷൻ്റെ സമ്മ് വരുന്നത് 7 ആണല്ലേ. അതേപോലെ ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും 1ഉം 6ഉം പൊസിഷൻ്റെ സമ്മ് വരുന്നത് 7 ആണല്ലോ. പൊസിഷൻ്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ ടേംസിൻ്റെ സമ്മും ഈക്വൽ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സമ്മും 35 തന്നെ വരണം. അതാണ് നോട്ട് 3 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സമ്മ് വരേണ്ടത് 35 തന്നെയാണ്. ഫസ്റ്റ് ടേം 5 ആണ്. അപ്പം 5 പ്ലസ് സിക്സ്ത് ടേം 35 ആണ്. ഇപ്പോൾ സിക്സ്ത് ടേം ആണ്, എന്ത് ചെയ്താൽ മതി, സിക്സ്ത് ടേമിനെ ഒറ്റയ്ക്ക് ആക്കുക. 35ൻ്റെ അടുത്തോട്ട് ആ പോസിറ്റീവ് 5നെ കൊണ്ടുപോകുക. അപ്പം -5 എന്നാവും. ഇപ്പോൾ 30, സിക്സ്ത് ടേം 30 എന്ന് കിട്ടി. ഫസ്റ്റ് ടേമും കിട്ടി, സിക്സ്ത് ടേമും കിട്ടി 30. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ സിക്സ്ത് ടേം 30, ഫസ്റ്റ് ടേം 5 ബൈ സിക്സ്താണ് പൊസിഷന്, ഫസ്റ്റ് പൊസിഷനാണ് 5 വരുന്നത്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 6 - 1, 35 - 5 25 ബൈ 6 - 1 5, 25/5 5 ആണ് ഇവിടെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസും 5 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ കാൽക്കുലേറ്റ് ദി ഫസ്റ്റ് 6 ടേം. അപ്പോൾ 5, 10, 15, 20, 25, 30 ഇങ്ങനെയല്ലേ സീക്വൻസ് വരാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ദി സം ഓഫ് ദി 7th and 8th term of an arithmetic sequence is 50. Calculate the sum of the first 14 terms. 14 ടേംസിൻ്റെ സമ്മ് കാണാനാണ് പറഞ്ഞത്. ഈവൺ നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോട്ട് 3ൻ്റെ ഇക്വേഷനാണ്. സം ഈസ് ഈക്വൽ ടു സം ഓഫ് 1 പെയർ ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ്. 14 ടേംസ് ഉണ്ടാവുമ്പോൾ 7 പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം വരുന്നത് 7th 8th ടേംസ് ആണല്ലോ. അതിൻ്റെ സമ്മ് അവിടെ 15 തന്നിട്ടുണ്ട്. അപ്പോൾ സം ഓഫ് 1 പെയർ 50 × 7 വരും. സമ്മ് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ടേം 30 ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരെ നോട്ട് 2ൻ്റെതാണ്. ഇസ് ഈക്വൽ ടു ഓഡ് നമ്പർ ഓഫ് ടേം ആണ്. 3 ടേം എന്ന് പറയുമ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ അതിനൊരു മിഡിൽ ടേം ഉണ്ടാവും. അപ്പോൾ മിഡിൽ ടേം ഇൻറ്റു n വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. മിഡിൽ ടേം ഇൻറ്റു n, സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു n. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിഡിൽ ടേം ആണെങ്കിൽ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടേമിന് ഒരു സൈഡിൽ നിർത്തിയാൽ n അങ്ങോട്ട് കൊണ്ടായാൽ s/n. മിഡിൽ ടേം ആണ് കാണേണ്ടതെങ്കിൽ s/n ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ. Okay, thank you.